ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈഷൂസ് വ്ളോഗ്. ഒരു 4-5 മാസം മുൻപ് വളരെയധികം വൈറലായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു വൈഷൂസ് വ്ളോഗ്. അവരൊരു ഫാമിലി വ്ളോഗാണ്. അച്ഛനമ്മ, 2 മക്കൾ, രണ്ടുപേരും വിവാഹിതരാണ്. രണ്ടുപേർക്കും ഓരോ ചാനലുണ്ട്. ഒരാളുടെ ചാനലാണ് വൈഷൂസ് വ്ളോഗ്, ഒരാളുടെ ചാനൽ ആര്യ ആദർശ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് വ്ളോഗും. അപ്പൊ ഇവര് 4-5 മാസം മുൻപ് വൈറലാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ചാനൽ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ആ സമയത്ത് ഇവരുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു. ഒരു 3 വർഷം കഴിയുന്നു. പെട്ടെന്നൊരു ദിവസം ഇവർ അമ്മയുടെ വിവാഹമാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നു. അവർക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു, ഒരുപാട് നെഗറ്റീവ് കമന്റുകളും നേരിടേണ്ടി വന്നു. 30 വർഷം ഒരുമിച്ച് ജീവിച്ച ഭർത്താവ് മരിച്ചുപോയപ്പോൾ ഉടനെ തന്നെ അവർക്ക് വിവാഹം കഴിക്കണോ, 3 വർഷമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, 3 വർഷം കൊണ്ട് ഒരാളെ മറന്നു പോവോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം നെഗറ്റീവ് കമന്റുകൾ അവർക്ക് വന്നു. അപ്പൊ ആ പെൺകുട്ടി അതിനെക്കുറിച്ച് ആ വ്ളോഗ് ചെയ്തപ്പോൾ പറയുന്നത്, അമ്മയ്ക്ക് ഒരു പക്ഷെ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടാവാം. ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നപ്പോൾ അമ്മ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല, താല്പര്യം പ്രകടിപ്പിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിവാഹം നടത്തി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ സമയത്തും ഒക്കെ അവരുടെ ചാനലിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു വെച്ചാലും പിന്നീട് അവരുടെ വീട്ടിലെ ജീവിതം, അല്ലെങ്കിൽ അമ്മയും ഇപ്പൊ വിവാഹം കഴിച്ച അച്ഛനും ഒരുമിച്ച് താമസിക്കുന്നത്, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി കാണിച്ചിട്ട് പുതിയ അവരുടെ ഒരു കമന്റ് ബോക്സ് ഒക്കെ പിന്നീട് പോസിറ്റീവായിട്ട് മാറി. എന്തായാലും ഒരാൾക്ക് ജീവിതം കിട്ടിയല്ലോ എന്നുള്ള രീതിയിലേക്ക് മാറി. പിന്നീടും അവർക്ക് കുറെ നെഗറ്റീവ് കമന്റുകൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പൊ അവർ ആ പെൺകുട്ടി അവരുടെ അനിയനും തമ്മിൽ ഒന്നിച്ച് വ്ളോഗ് ചെയ്യാതെ ആയപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോഴൊക്കെ അതിന്റെ ഇടയിൽ വീണ്ടും നെഗറ്റീവ് കമന്റുകൾ വന്നു. നിങ്ങളുടെ അമ്മ വിവാഹം കഴിച്ചു പോയത് കൊണ്ടല്ലേ അനിയൻ ഒറ്റപ്പെട്ട് ഈ അവസ്ഥ വന്നത്, അതല്ലേ അവന്റെ മാനസികത തകർത്തത് എന്നൊക്കെ ഉള്ള പോലെയുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ പിന്നെ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിവാഹം അവരുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ട ഒരുപാട് പേരുണ്ട്. ഒരാൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എന്തിനാണ്, വിവാഹം കഴിക്കട്ടെ, വളരെ സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ ഇട്ട ആളുകളുണ്ട്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഒരു 30 വർഷത്തെ വിവാഹം ജീവിതം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു വിവാഹം കഴിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് വേറൊരു ഫാമിലി വ്ളോഗ് കണ്ടു. ആദി നന്ദൂസ് വ്ളോഗ്, അങ്ങനെ എന്തോ ആണ് ആ ചാനലിന്റെ പേര്. ഹസ്ബൻഡ് അനീഷ്, വൈഫ് റിനു, 2 കുട്ടികൾ, ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി. അവരവരുടെ സന്തോഷങ്ങളെ കുറിച്ച് നമുക്ക് വളരെയധികം കാണിച്ചു തരുന്നു. അവർ പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നു, ഉള്ളത് കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ചില ഫാമിലി, ചില ആളുകൾ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ തീരെ ഭാര്യയും ഭർത്താവും തമ്മിൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തുന്നവരോ ഒന്നും ആവില്ല. എന്നാലും ചിലപ്പോൾ അവർ തമ്മിൽ വളരെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം മറ്റുള്ളവരെ കാണിച്ച് ഞങ്ങൾ ഭയങ്കര സന്തോഷമുള്ള ദമ്പതികളാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നവരായിരിക്കാം. ഇവര് കുറച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് എന്നുള്ള നമ്മളെ ഒരു കാണിച്ചു തരുന്ന രീതിയിലുള്ള വ്ളോഗുകളായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്ക് ഒരുപാട് ആരാധകരും ഉണ്ടായിരുന്നു, ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ അവർക്ക് ഉണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞാല് ലൈവാണ് കൂടുതലായിട്ട് ഇട്ടിരുന്നത്. അപ്പൊ ലൈവിൽ അവർക്ക് ഒരുപാട് ഡെയിലി അവരെ ലൈവ് കാണുന്ന ആളുകൾ, അവരെ വളരെ അടുപ്പുള്ള ആളുകളെ പോലെ കാണുന്ന ആളുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഒരു ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ വീട്ടുകാർ മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് അവർ ആ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അവർ വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷം മോളൊക്കെ ഏകദേശം കോളേജിൽ പോകുന്ന പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പൊ ഒരു 4-5 മാസം മുൻപ്, ഒരു 4 മാസം മുൻപ് മെയ്യില് അവരുടെ ഹസ്ബൻഡ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്നൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവരതിനുശേഷം ഭയങ്കര വിഷമത്തോടുകൂടെ ചില വ്ളോഗുകൾ ചെയ്തു. ലൈവ് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, വ്ളോഗ് അവർ വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. എന്നാലും അവര് റീൽസ് ഒക്കെ ഒരുപാട് ഇടാറുണ്ട്. നമ്മൾ രേണുസുതി ഒക്കെ കാണിക്കുന്ന പോലെ. രേണുസുതി ആദ്യം ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്, നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സുധിച്ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നഷ്ടബോധത്തോടു കൂടെയുള്ള പാട്ടൊക്കെ അടുത്ത് നിന്ന് പാടിയിട്ട് അങ്ങനെയൊക്കെയാണ് ആദ്യം ഒരു ആളുകളുടെ ഒരു ശ്രദ്ധയിൽ വരുന്നത്. അതേപോലെ ഇവരും ഈ വ്യക്തിയുടെ, ഈ അനീഷ് പറയുന്ന ഹസ്ബൻഡിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറെ പാട്ടൊക്കെ ഇട്ടിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള പാട്ടുകൾ, എൻ ജീവനെ പോലുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആളുകളുടെ ഒരുപാട് കണ്ണീര് നേടിയെടുത്തു. ആളുകളൊക്കെ ഇത് കണ്ടിട്ട് ഒരുപാട് വിഷമിച്ചു. അവരെ ആരാധിക്കുന്ന ആളുകൾ അയ്യോ അനീഷേട്ടൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലെ ഒരാൾ പോയ പോലെ അവരെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം, പെട്ടെന്ന് തന്നെ പറയണം, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് വെറും 3.5 മാസം കഴിഞ്ഞപ്പോൾ അവര് വേറെ ഒരു വിവാഹം കഴിച്ചു. അപ്പൊ ആദ്യം അവർ ലൈവ് ഇട്ടപ്പോൾ ഇങ്ങനെ വിവാഹത്തിന്റെ ഒരു ലൈവ് ഇട്ടു, ആളുകൾ കണ്ടു, ആളുകൾ ഞെട്ടിപ്പോയി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഭർത്താവ് മരിച്ചാൽ ഭാര്യ വിവാഹം കഴിക്കൽ വളരെ കുറവാണ്, ആരും അതിൽ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. വിധവകൾ പിന്നീടുള്ള കാലം അങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് പോലെയായിരുന്നു അത് എന്നുള്ളത്. പക്ഷെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ വിവാഹം കഴിപ്പിക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. 1 വർഷം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, വിവാഹം കഴിപ്പിക്കുന്നു. മക്കളെ നോക്കാൻ ആരുമില്ല, അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ പൊതുവെ ഈ ഭാര്യമാര് വീണ്ടും
വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ സ്വന്തമായിട്ട് വരുമാനോ ഒരു ജോലിയോ ഒന്നും ഇല്ലാത്ത ആളുകൾ പിന്നീട് മുന്നോട്ട് പോകണ്ടേ, ചെലവിന് തരാൻ ആരെങ്കിലും വേണ്ടേ എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടെ രണ്ടാമത് വിവാഹം കഴിക്കാറുണ്ട് പണ്ട് കാലത്ത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ ശേഷമാണ് ഈ ഒറ്റപ്പെടല്, ഏകാന്തത, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു ജീവിതം വേണ്ടേ, എന്തിനാണ് ലൈഫ് പാഴാക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാനും ഇതൊരു സാധാരണ കാര്യമായിട്ട് ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു സാധാരണ കാര്യമായിട്ട് ഇത് മാറാനും തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഒരു ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഒരു വർഷം കാത്തിരിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ പണ്ടും ആളുകൾ കാണിച്ചിരുന്നു. ഒരുപക്ഷെ സ്നേഹത്തോട് ജീവിച്ച ദമ്പതികളൊന്നും ആയിരിക്കില്ല ഭർത്താവ് മരിച്ചുപോയി, എന്നാലും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണമല്ലോ എന്ന് കരുതിയിട്ട് 6 മാസമോ ഒരു വർഷമൊക്കെ കാത്തിരിക്കുന്നു. ഒരു വർഷം കാത്തിരിക്കുന്ന ഒരു സിസ്റ്റാണ് നമ്മളുടെ ഇടയിൽ നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിവാഹം, ഭർത്താവ് മരിച്ച് 3.5 മാസം കഴിഞ്ഞപ്പോൾ, അവരുടെ ഭർത്താവ് മരിച്ച് മെയിലാണ്, അവർ ഓഗസ്റ്റിൽ വിവാഹം കഴിച്ചു. തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ നെഗറ്റീവ് കമന്റ് വരും, അല്ലെങ്കിൽ അവരെ നേരിട്ട് അറിയുന്ന ആളുകൾ അവരോട് നെഗറ്റീവ് കമന്റ് പറയും, അല്ലെങ്കിൽ അവർ തമ്മിൽ അറിയുന്നവർ തമ്മിലെങ്കിലും ഇവരെ കുറിച്ച് അപവാദം പറയുന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് ഭയപ്പെട്ടിട്ടാണ് പൊതുവെ ആളുകൾ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കാം എന്നെങ്കിലും വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ 3.5 മാസം കഴിയുമ്പോൾ ഒരു ആളെ വിവാഹം കഴിക്കുന്നത്. അവർക്ക് മകളുണ്ട്, മകനുണ്ട്, അപ്പോഴാണ് അവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവർക്കൊരു കാരണം വേണമെങ്കിൽ പറയാം, എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലായിരുന്നു, വീട്ടിൽ ചെലവ് നടത്താൻ ആളില്ല, അങ്ങനെയൊക്കെയാണ് പണ്ട് ആളുകൾ വിവാഹം കഴിക്കുന്നത്. അല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു, ഏകാന്തത അനുഭവിക്കുന്നു എന്നും പറഞ്ഞ് ആരും പണ്ട് വിവാഹം കഴിച്ചിരുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അതിന്റെ ഒന്നും കാര്യമില്ല. അവരെന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള സ്ത്രീയാണ്. അവരെ ഭർത്താവുള്ള സമയത്ത് തന്നെ അവർ മറ്റു ജോലികൾ ചെയ്തിട്ട് വരുമാനം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ വരുമാനം കിട്ടുന്നു. പിന്നെ ചെലവിന് തരാനാണെന്ന് വെച്ചാൽ നല്ല ജോലിയുള്ള ഒരാളെയാണ് അവർ വിവാഹം കഴിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിച്ച ഹസ്ബൻഡിന് ജോലി ഉണ്ടോ അറിയില്ല, അവരെപ്പോഴും ഇവരുടെ കൂടെ ലൈവിലൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ എന്തായാലും അതൊന്നുമല്ല അവരുടെ സബ്ജക്റ്റ് എന്നുള്ളതാണ് അവർ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ട് ജീവിച്ചു, ഞാൻ ഒരുപാട് വിഷമിച്ചു, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചു എന്നാണ് അവർ ആ വിവാഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത്. അവര് ഭർത്താവ് മരിച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ ഇത്രയും ഒറ്റപ്പെടൽ അനുഭവിച്ചോ എന്നുള്ള ധാരാളം പരിഹാസ കമന്റുകളും അവർക്ക് അതിന്റെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. അവർ തന്നെ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പലരും പല അഭിപ്രായം പറയും എന്നെനിക്കറിയാം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അത്രയും വിഷമമുള്ളതുകൊണ്ട്, ഞാൻ അത്രയും ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു 3 മാസം കൊണ്ട് 20 വർഷം ഒന്നിച്ച് ജീവിച്ച ആളെ മറന്നു പോവോ? ആ ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല അതിലെന്നുള്ളതാണ്. അവരങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ നമ്മൾ അതായിരിക്കും അവരുടെ മനസ്സെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആ മക്കളാണെങ്കിലും അച്ഛൻ മരിച്ച് 3 മാസം കഴിയുമ്പോൾ വേറൊരാളെ അച്ഛനായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നു. അവർ അച്ഛന്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ടൂറ് പോകുന്നു, ഔട്ടിങ്ങിന് പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ ഇതിന്റെ അടിയിൽ പോയിട്ട് എല്ലാവരും നെഗറ്റീവ് കമന്റുകളാണ് കൂടുതൽ. ഒരു 80-90% നെഗറ്റീവ് കമന്റുകളാണ്. അപൂർവ ആളുകൾ നീ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ ഇടുന്നത് പോലും അതൊരു പരിഹാസ രൂപത്തിലാണ് ഇടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ കമന്റുകൾ വരുമ്പോൾ നമ്മൾ സത്യത്തിൽ അവരെ നെഗറ്റീവ് പറയാനില്ല. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാനുള്ളതാണ്. അവർ തന്നെ പറയുന്നുണ്ട്, എന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നതൊക്കെ അവർ വളരെ കടുപ്പത്തിലൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ശരിയായിരിക്കാം, അവരുടെ ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷെ പണ്ടേ മുതൽ നമ്മൾ ഒരു നാട്ടു നടപ്പ് എന്നുള്ള രീതിയിലാണ് ഭർത്താവ് മരിച്ചു 1 വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. ആളുകൾ നെഗറ്റീവ് പറയുന്നതിന് അവർ ദേഷ്യപ്പെട്ടിട്ടോ അവര് മോശം മറുപടി കമന്റ് കൊടുത്തിട്ടോ പ്രത്യേകിച്ച് കാര്യമുണ്ട് തോന്നില്ല. ആളുകൾക്ക് അത്രയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സേ ഇപ്പോഴും ആളുകൾക്ക് വളർന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു 3 മാസം കഴിയുമ്പോൾ അതിന്റെ അടിയിലുണ്ട്, നിങ്ങൾക്ക് മറവി രോഗമാണോ ഇങ്ങനെ 3 മാസം കൊണ്ട് ഒരാളെ മറന്നു പോകാൻ എന്നൊക്കെ അതിന്റെ അടിയിൽ കമന്റ് ഉണ്ട്. ശരിയാണ്, ഒരു മറവി രോഗമുള്ള ഒരാൾക്ക് ഒരു പക്ഷേ അത്രയും ഒരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻ ആയിരിക്കും. ഒരാൾ മരിച്ചു പോകുമ്പോൾ 3 മാസം അവരുടെ ഒരു ഓർമ്മ പോകാനൊരു സമയം വേണ്ടേ എന്നുള്ള ആളുകൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർ അങ്ങനെയൊക്കെ കമന്റ് കാണുമ്പോൾ അതിന്റെ ഇടയിൽ ഇവര് വളരെ മോശമായിട്ട് വളരെ ദേഷ്യപ്പെട്ടൊക്കെ കമന്റുകൾ ഇടുന്നുണ്ട്. അവര് ഒരു മോശം കമന്റിന് അവരിട്ടൊരു മറുപടി ചിലക്കാതെ പോകുന്നായേ അങ്ങനത്തെയൊക്കെ ഒരു വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഒരു കമന്റ് ഞാൻ കണ്ടു, ഇനി ഉടനെ പ്രഗ്നന്റ് ആവുന്നതായിരിക്കും ഉണ്ടാവുക. അത് ഒരു ആളുകൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കമന്റുകളൊക്കെ ഇടും. ആളുകൾ അങ്ങനെയാണ്, നെഗറ്റീവ് ഒക്കെ ഇട്ടു എന്ന് വരും. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു എന്ന് വരും. അതിനൊക്കെയുള്ള അവരുടെ മറുപടി, അവരുടെ ഹസ്ബൻഡ്, ഇപ്പോഴത്തെ ഹസ്ബൻഡ് സീനിച്ചേട്ടൻ, അദ്ദേഹം അതിന്റെ കമന്റ് ഇട്ടിട്ടുണ്ട്, പ്രഗ്നന്റ് ആവും, നിനക്ക് വേണോ എന്ന് വെച്ചാൽ നിനക്ക് ഗർഭം ഉണ്ടാക്കി തരണോ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വൈഫും അതിന്റെ കൂടെ വന്നിട്ട് മറുപടി ഇടുന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ ഇതിനെ റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. അതിന്റെ ഇടയിൽ പോയിട്ട് അവർ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ ജീവിതം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, നിങ്ങളാരും അഭിപ്രായം പറയാന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് സ്വന്തം ജീവിതം ഇടുമ്പോൾ ആളുകൾ വന്നിട്ട് അഭിപ്രായം പറയുകയും തോന്നിയ പോലെ പറയുകയും നെഗറ്റീവ് പറയുകയും ഒക്കെ ചെയ്യും. അതിന് നമ്മൾ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്റെ ജീവിതം ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും, നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവിടെ നടക്കുന്ന എല്ലാ
എല്ലാ ഫാമിലി വ്ളോഗിന്റെയും അടിയിൽ പോയിട്ട് ആളുകൾ ഈ നെഗറ്റീവ് കമന്റ് ഇടും, അഭിപ്രായം പറയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഈ വൈഷൂസ് വ്ളോഗിലെ ആ റീനമ്മ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ നെഗറ്റീവ് പറഞ്ഞത് നമ്മൾ ആളുകൾ എന്തിനായിരുന്നു നെഗറ്റീവ് പറഞ്ഞത് നമ്മൾ അന്തം വിട്ടുപോകും. അവര് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വിവാഹം കഴിച്ചത്. 3 മാസം കഴിഞ്ഞിട്ടൊരു വിവാഹം കഴിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും അത് ആദ്യമായിട്ട് തന്നെയായിരിക്കും കാരണം. ഇവര് നേരത്തെ പരിചയമുള്ള ആളുകളായിരുന്നോ എന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനത്തെ കമന്റുകൾ അതിന്റെ അടിയിൽ വരും. അല്ലെങ്കിൽ അവരെ പരിചയമുള്ള ആളുകൾ പരസ്പരം അങ്ങനെ പറയും. അവരെന്നെ പറയുന്നുണ്ട്, ആളുകൾ പറയുന്നത് ഞാനും സിനിച്ചേട്ടനും മുന്നേ അറിയുന്നവരാണോ എന്നാണ് ആളുകൾ പറയും. നിങ്ങൾ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുക, അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ് ഉണ്ട്. നിങ്ങൾ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ വിവാഹം കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ ഇയാളെ നിങ്ങൾ എവിടുന്ന് കണ്ടുമുട്ടി. ശരിയാണ്, ഒരു ഭർത്താവ് മരിച്ച് 3 മാസമായ ഒരു സ്ത്രീയോട് ഒരാൾ വന്നിട്ട് ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്ന് ചോദിച്ചു വെച്ചാൽ അവർ തമ്മിൽ കുറെ കാലങ്ങളായിട്ട് പരിചയം ഉണ്ടായതാവണം എന്ന് വേണം വിചാരിക്കാം. ഇനി ഒറ്റപ്പെടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒറ്റപ്പെടൽ തോന്നി അതുകൊണ്ട് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇവർക്ക് മകനുണ്ട്, മകളുണ്ട്, അമ്മ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഉണ്ട്. ഒറ്റപ്പെടൽ എന്ന് പറയാൻ ഇവരെ ഭർത്താവ് മാത്രമേ പോയിട്ടുള്ളൂ. ഭർത്താവ് പോയപ്പോഴേക്കും ഇവർക്ക് ഒറ്റപ്പെടൽ വന്നു. അപ്പൊ ഒരു വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഈ വിവാഹം കഴിച്ച വ്യക്തി ഇപ്പൊ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വിവാഹം കഴിച്ച വ്യക്തിയുടെ വീട്ടിൽ ഇവർ പോവുകയുണ്ടായി, എല്ലാവരും കൂടെ പോവുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന്റെ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പ്രായമായ അമ്മയെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണ് മകൻ വിവാഹം കഴിച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീയെ ഏകാന്തത മാറ്റാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള രസകരമായ വേർഷനും ഇതിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വേറെയുള്ള വ്യക്തിപരമായ കാര്യത്തിൽ അഭിപ്രായം പറയാനൊക്കെ എളുപ്പമാണ്, പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വന്തം ജീവിതം എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അതിന്റെ അടിയിൽ വന്നിട്ട് അവർക്ക് തോന്നിയ കമന്റുകൾ പറയും. ഇതിനൊക്കെ പ്രത്യേകിച്ചും പറയും. നമ്മുടെ സമൂഹം കണ്ടു ശീലിച്ചിട്ടുള്ള കാര്യമല്ല ഇത്. ഈ സോഷ്യൽ മീഡിയ വന്നു വെച്ചാലും നമ്മൾ കാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം അവരുടെ ആണ്ട് കഴിയുന്നവരെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോവില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ ആ ആണ്ട് കഴിയുന്നവരെയെങ്കിലും ഒരു ആളെ കുറിച്ച് ഉള്ളൊരു മെമ്മറി, അത് കഴിഞ്ഞിട്ടൊരു വിവാഹം കഴിക്കുക, അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യാറ്. 6 മാസം പോലും കഴിയാതെ 3 മാസം കഴിയുമ്പോൾ വിവാഹം കഴിച്ചു എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു സ്മെല്ല് പോലും ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അവരുടെ ജീവിതമാണ്, അവർക്ക് ജീവിക്കാം, അഭിപ്രായം പറയാം, എന്തും പറയാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.